സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി വിവരം ലഭിച്ചുവെന്ന് സഹായ സമിതി. എമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ ഏത് സമയവും നാട്ടിലേക്ക് പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഹായ സമിതി അറിയിച്ചു. ജലീൽ കണ്ണമംഗലം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജിദ്ദയിൽ നിന്ന്. ജലീൽ, സന്തോഷമുള്ള വാർത്തയാണ്. അബ്ദുൾ ജലീലിന് ഈ നാടൊന്നാകെ ഒന്നിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നിട്ടും അതിൽ അബ്ദുൾ ജലീലിന്റെ ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ സമയമെടുത്തു. ഒടുവിൽ ഇങ്ങനെ സന്തോഷകരമായ വാർത്ത വരുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഏറെ സന്തോഷത്തിൽ നിന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് മോചനം സാധ്യമാകുകയാണ്. മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. എക്സിറ്റ് വിസ നടപടിയും പൂർത്തിയായതായി സഹായ സമിതി അറിയിച്ചു. ഇനി ഇമിഗ്രേഷൻ നടപടികളാണ് ബാക്കിയുള്ളത്. ഏത് സമയവും അത് ലഭിക്കും. ഉടൻ തന്നെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് മടങ്ങും എന്നാണ് നിയമസഹായ സമിതി, റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിക്കുന്നത്. ഇന്ന് അറഫ ദിനമാണ്. നാളെ ഗൾഫിൽ ബലിപെരുന്നാളാണ്. ഈ പെരുന്നാൾ സന്തോഷമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. റിയാദിൽ നിന്ന് കഴിഞ്ഞ 19 ഈ അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി അവസാനിച്ചത്. 20 വർഷമായിരുന്നു ഈ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ, പൊതു അവകാശ കേസിൽ അബ്ദുൾ റഹീമിന് ശിക്ഷ ലഭിച്ചിരുന്നത്. ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞ 19-ാം തീയതി അവസാനിച്ചു. ഉടൻ തന്നെ സൗദിയിൽ ഇപ്പോൾ പൊതു അവധിയാണ്, പെരുന്നാൾ അവധിയാണ്. ഈ സമയത്ത് പോലും മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ഇപ്പോൾ മോചനം സാധ്യമാകുകയാണ്. വധശിക്ഷയായിരുന്നു സ്വകാര്യ അവകാശ കേസിൽ അബ്ദുൾ റഹീമിന് വിധിച്ചിരുന്നത്. ഇത് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ ദിയാധനം നൽകി ആ വധശിക്ഷ റദ്ദായി. 34 കോടിയോളം ഇന്ത്യൻ രൂപ മലയാളികൾ ഒറ്റക്കെട്ടായാണ് അതിനുവേണ്ടി സ്വരൂപിച്ചത്. ഏതായാലും അബ്ദുൾ റഹീം അവസാനം നാട്ടിലേക്ക് മടങ്ങുകയാണ്. ആ ഉമ്മാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അത് ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് സഹായ സമിതി അറിയിക്കുന്നത്. റിയാദിലുള്ള ഇന്ത്യൻ എംബസി അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള യാത്രാരേഖകൾ, അതായത് ഇമിഗ്രേഷൻ എമർജൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്ത് പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും പൊതു അവകാശ കേസിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയായി അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നു. ജയിലിൽ നിന്ന് നേരിട്ട് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുക ആയിരിക്കും. ഇതാണ് സൗദിയിൽ നടന്നു വരുന്ന ഒരു രീതി. ഇനി മോചനമാണ്. കുടുംബം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മലയാളികളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. 2006 നവംബറിലാണ് ഈ അബ്ദുൾ റഹീം സൗദിയിലെത്തുന്നത്. 2006 ഡിസംബറിൽ തന്നെ ഈ കൊലപാതകം നടത്തുകയും ചെയ്തു. ഹൗസ് ഡ്രൈവറായി ഈ റിയാദിൽ ജോലി ചെയ്യുകയായിരുന്നു അബ്ദുൾ റഹീം. ഭിന്നശേഷിക്കാരൻ രോഗിയുമായ ഈ സൗദി ബാലനെ നോക്കുക എന്നതായിരുന്നു, പരിചരിക്കുക എന്നതായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇതിനിടെയാണ് വാഹനം ഓടിക്കുന്നതിനിടെ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ സൗദി ബാലൻ കൊല്ലപ്പെടുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. ഇതാണ് കേസ്. ഈ സൗദി ബാലനെ ആശുപത്രിയിൽ എത്തിച്ചില്ല. ആ കുറ്റം മറച്ചു വെക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം ഈ ശിക്ഷയുടെ കാഠിന്യം കൂടാൻ കാരണമായി എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ദിയാധനം വാങ്ങിയ വധശിക്ഷ റദ്ദായി, മാപ്പ് ലഭിച്ചു. ഇനി പിന്നീടുണ്ടായിരുന്ന പൊതു അവകാശ കേസിലെ 20 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു. അതും ഇപ്പോൾ അവസാനിച്ചു. ഇനി അബ്ദുൾ റഹീമിനെ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇനി നടത്തേണ്ടത്. എന്തായാലും മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 36 കോടിയോളം രൂപയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നൽകേണ്ടി വന്നത്. അത് കേരളം ഒന്നാകെ കൈകോർത്താണ് പണം മുഴുവൻ സമാഹരിച്ച് അത് ആ കൊല്ലപ്പെട്ട ബാലന്റെ ബന്ധുക്കൾക്ക് നൽകിയത്. ആ പണം സ്വീകരിച്ചതിന് ശേഷമാണ് അവർ ഈ കേസിൽ നിന്ന് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള സമ്മതം നൽകിയത്. ഇതിന്റെ ഒരു ഭാഗമാകാൻ 24-നും കഴിഞ്ഞു എന്നതിൽ ഏറെ സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.